ഞങ്ങളെവിടെ പോവാന്നറിയോ? എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പോണ പോക്കാണിത്. അപ്പോൾ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് ഇറങ്ങണ വഴി ഞാൻ പറഞ്ഞ് എനിക്ക് ആ സാധനം ഇന്ന് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ, നമുക്ക് കല്ലൂർക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ കല്ലൂർക്ക് വിടുക. ഞങ്ങൾ സൗത്തിലാണ് ഇപ്പം നിൽക്കണേ. സൗത്തിൽ നിന്ന് കല്ലൂർക്ക് ആ ബ്ലോക്കൊക്കെ കടന്ന് അവിടെ എത്തണം. നല്ല ബ്ലോക്കും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ പോകും. എൻ്റെ കുറേ നാളെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ കുറേ നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനപ്പോൾ എപ്പോഴും പറയും ഒന്ന് എന്നെ കൊണ്ടോ, എനിക്ക് വാങ്ങിത്താന്ന്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് നേരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എവിടെയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടെങ്കിൽ ഞാനത് സേവ് ചെയ്ത് വെച്ചെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സ്ഥലം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളപ്പോൾ തപ്പി ഇതേ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ ആ റൗണ്ട് ഉണ്ടല്ലോ, ചുറ്റിനും തപ്പുക കേട്ടോ. സംഗതി കണ്ടു കിട്ടിയതേ ഇതാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. അപ്പം ഞങ്ങൾ 2 ഫ്ലേവർ വാങ്ങിച്ചിട്ടോ. എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ലടേ, മറന്നുപോയി. ആ ബോൾ മാതിരിയുള്ളതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത്. അതും പിന്നെ ആ പാത്രത്തിലുള്ള ഇത് രണ്ടും കഴിക്കാൻ എനിക്ക് ഒരുപാട് നാളായിട്ടുണ്ട്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഭാര്യയുടെ ആഗ്രഹം സാധിച്ച് തരുവാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടോ? ഞാൻ ഒരുപാടായി പറയണേ. ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ എനിക്കിത് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. കൊതിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ പോയി ബില്ലൊക്കെ അടിച്ച് അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി അത് കിട്ടി കഴിച്ചിട്ട് വേണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കഴിക്കാൻ പോണതിന് മുമ്പ് കഴിച്ചല്ലോ. അപ്പോൾ അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ ആയിട്ട് അതിൻ്റെ മുഖത്ത്. അപ്പോൾ വണ്ടി കയറി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനിങ്. കൊച്ചുങ്ങൾ ആദ്യം പൊട്ടിക്കിട്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും നേരം കൺട്രോൾ ചെയ്യാൻ വയ്യ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനത് അപ്പം തന്നെ വണ്ടിയിലിരുന്നേ പൊട്ടിച്ച്. എനിക്കത് പൊട്ടിച്ച് അത് കഴിച്ചിട്ട് അയ്യോ അതെന്താ ടേസ്റ്റെന്ന് അറിയണമല്ലോ. എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെ 5 സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുക്കും. അതെ 5 സ്പൂണ് ടിഷ്യൂ പേപ്പറൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് തുറന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. എൻ്റെ ദൈവമേ പറയാൻ പറ്റില്ല. ഇനി ഇത് കഴിച്ച് കഴിയുമ്പോൾ എന്താ ടേസ്റ്റെന്നും കൂടി അറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കഴിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ ബോൾ മാതിരിയില്ലേ അതാണ് എടുത്തത്. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ ലാവ പോലെ കുറച്ച് ഇതൊക്കെ അതിൻ്റെ മേളിൽ കിടക്കുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇനി കഴിക്കുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ അതൊന്ന് കഴിച്ച് നോക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ അത് കണ്ടിച്ച് എടുത്ത് കഴിച്ചട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓർത്ത് അത്രയും ഇൻസ്റ്റയിലൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ അത്ര മധുരം കഴിക്കുന്നവർക്ക് ഇത് പറ്റുള്ളൂ. എനിക്ക് പക്ഷേ അധികം മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിക്കാം. ഒരെണ്ണം മുഴുവനൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു 2-3 സ്പൂണ് കഴിക്കാം. അത്രേ കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സഹിച്ച് ഞാൻ കഴിച്ചു.